കൊന്നിച്ചുവ മിനസാൻ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് മിസ്റ്റർ മൈറ്റ് മഹയം നാനോ മെഷീൻ അങ്ങനെ 4 മേജറുള്ള മാൻഹോ സീരീസിന് ശേഷം എൻ്റെ ടോപ്പ് 3 മാൻഹോസിലുള്ള ഒരു മാൻഹോ സീരീസ് അല്ല റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്റ്റിൻ്റെ മലയാള മാൻഹോ എക്സ്പ്ലനേഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുവാണ്. ഇന്ന് എപ്പിസോഡ് 1 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നൊരു കാര്യം നിങ്ങൾ മറക്കണ്ട, മിസ്റ്റർ മൈറ്റ് മഹയം പോലെ നാനോ മെഷീൻ പോലെ പിന്നെ സോളോ ലെവലിംഗ് പോലെ ഓറ ഫാർമിങ്ങിൽ നിന്നൊന്നുമല്ല ഇത് തുടങ്ങുന്നത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ഗ്രേറ്റ് ആയുള്ള സ്റ്റോറി, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അതേപോലെ ഓവർ പവറുള്ള MC, ഹ്യൂമറും കോമഡിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് ഒരു മസ്റ്റ് വാച്ചാന്ന് ഞാൻ ഇപ്പോഴേ എഴുതി ഒപ്പിട്ട് തരാൻ പോകുവാണ്. അതുകൊണ്ട് എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട. ഈ സീരീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് ചുമന്ന് തുടുത്തിരിക്കുന്ന ആകാശമാണ് കാണാൻ സാധിച്ചത്. മങ്ങിയ രീതിയിൽ അവൻ എന്തോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അത് തെളിഞ്ഞത്. ഇത് മുഴുവൻ ചുമപ്പാണല്ലോ. എനിക്ക് കാണാൻ കഴിയുന്നതെല്ലാം ചുമന്നാണല്ലോ ഇരിക്കുന്നത്. ഇതേ സമയം കുറച്ചു പേര് അവിടെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഇവിടെ ആകപ്പാട് ബാക്കിയുള്ളത് മരണം മാത്രമാണ്. ഇത്രയും പേര് മരിക്കണ്ട, എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ ഇവിടെ? ഇതേ സമയം അവൻ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളവിടെ കൈ പോലുമില്ലാതെ മരിച്ച് കിടപ്പുണ്ടായിരുന്നു. മാസ്റ്റർ ജാങ്മൺ, സേജി ആൻഡ് എൻ്റെ കൂട്ടുകാർ, ബാക്കിയുള്ള ഡിസിപ്ലിൻസ് എല്ലാവരും. പെട്ടെന്ന് ദേഷ്യം വന്നവനാട്ടെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചു. കാര്യം അവരെല്ലാവരും മരിച്ചു പോയെന്ന സത്യം അവൻ മനസ്സിലാക്കി. ഏകദേശം 20ഓളം വരുന്ന ഡിഫറൻ്റ് ആയുള്ള സെറ്റ്സ്, അതിൽ തന്നെ 10 ഗ്രേറ്റസ്റ്റ് ആയുള്ള സെറ്റ്സും ഉണ്ടായിരുന്നു. അൾട്ടിമേറ്റ് ആയുള്ള എലൈറ്റ്സ് ഉള്ള ഒരു മിലിറ്ററി യൂണിറ്റ്. ഇവരെല്ലാവരും തന്നെ ചന്മയായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇതാണോ അവസാനം ഉണ്ടായത്? ആരുടെ തെറ്റാണിത്? ഇതിനെല്ലാത്തിനും കാരണം ആ ഒരു മനുഷ്യനാണ്. ആകാശത്ത് നിന്ന് താഴത്തേക്ക് വന്ന ആ ഒരു ഡീമൺ, ആ ഒരു ഡെവിലിഷ് ഗ്രൂപ്പിന്റെ ലീഡർ, ദ ലീഡർ ഓഫ് ദി ഹെവൻലി ഡീമൺ സെക്ട്, ചന്മ ദ ഹെവൻലി ഡീമൺ മൗണ്ട് ഹോസ് സെക്ട്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും അൺഫോർച്ചുനേറ്റ് ആണല്ലോ. ഡിസിപ്ലിൻ ഓഫ് ദി മൗണ്ട് ഹോസ് സെക്ട്. ദേഷ്യം വന്നവനെ പെട്ടെന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്നു. അത്രയും പേര് മരിച്ചു കിടപ്പുണ്ടെങ്കിലും അവൻ മാത്രമാണ് അവിടെ നിന്നത്. അടുത്ത നിമിഷം അവൻ ചോര ഛർദ്ദിക്കാനും തുടങ്ങി. എന്ത് ചെയ്യാനാണ്? കണ്ടിട്ട് നീ മാത്രമാണ് ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകത്തുള്ളതാണ് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? കുറച്ചുകൂടെ സമയം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്ക് പുറത്തു പോയിട്ട് പറയാൻ സാധിച്ചെന്ന്, എൻ്റെ ജീവൻ നിനക്കെടുക്കാൻ സാധിച്ചെന്ന്. മിണ്ടാതിരിക്കടാ. പക്ഷേ നിനക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് അഹങ്കരിക്കാനുള്ള. കാര്യം ബാക്കിയുള്ളവരുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ കൂടിയും നിന്റെ സോഡ് എൻ്റെ ശരീരം വരെ എത്തി. ഞാൻ ചങ്മ നിന്നെയുടെ അക്നോളജ് ചെയ്യുകയാണ്. മൗണ്ട് ഹോസെക്റ്റിന്റെ സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലടാ മിണ്ടാതിരിക്കാൻ. അതും പറഞ്ഞുകൊണ്ട് അവ നേരെ മുന്നിലേക്ക് എടുത്ത് ഓടി. അപ്പോൾ ഇത് ചങ്മയുടെ നേരെയായിരുന്നു. ഇത് ശരിക്കും നാണക്കേടാണ്. ഒരു ദിവസം കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചങ്മയുടെ പേര് ഈ ലോകം മുഴുവൻ അറിഞ്ഞെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതും ചിലപ്പോൾ എൻ്റെ ഡെസ്റ്റിനി ആയിരിക്കും. പക്ഷേ മൗണ്ട് ഹോസെക്റ്റിന്റെ ഡിസിപ്ലിൻ, നീ ഇത് മനസ്സിലാക്കിക്കോണം. ഇതൊരിക്കലും അവസാനമല്ല. ഡീമൺസ് ഉറപ്പായിട്ടും തിരിച്ചു വരും. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഡീമൺസ് അത് തിരിച്ചെടുക്കുകയും ചെയ്യും. ആൻഡ് അത് ഒരിക്കലും അവസാനിക്കാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവനാട്ടെ അവൻ്റെ സോഡ് യൂസ് ചെയ്ത് നേരെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് അവൻ്റെ കഴുത്ത് അങ്ങോട്ട് അറുത്ത് കളഞ്ഞു. ഹെവൻലി ഡീമനുള്ള ചങ്മട കഴുത്ത് അവിടെ പൂർണ്ണമായിട്ടും അരിഞ്ഞു മാറി. അവൻ്റെ അറ്റാക്ക് വളരെ മനോഹരമേറിയതായിരുന്നു. ആ തല പകുതിയായി മുറിഞ്ഞ് നേരെ നിലത്തേക്ക് വന്ന് വീഴുകയും ചെയ്തു. ഈ യുദ്ധം അതിവിടെ അവസാനിച്ചു. ഇനി എന്നെ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. പക്ഷേ മൗണ്ട് ഹോസെക്റ്റിന് ഇനി എന്ത് സംഭവിക്കും? അതാണ് എനിക്ക്. മൗണ്ട് ഹോസെക്റ്റിലെ ഓരോരുത്തരും ഇവിടെ മരിച്ചു വീണു. ഇവിടെയുള്ള ഓരോരുത്തരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഒരു പവറും ഇല്ലാത്ത കുറച്ച് കുട്ടികൾ മാത്രമാണ്. ഇത്രയും പേരുടെ രക്തം ഇവിടെ വീഴേണ്ട കാര്യമുണ്ടായിരുന്നോ? മൗണ്ട് ഹോസെക്റ്റിന് ഇങ്ങനെ ആകേണ്ട കാര്യമുണ്ടായിരുന്നോ? എനിക്ക് കുറച്ചുകൂടെ ട്രെയിനിങ്ങിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ മീനിങ്ലെസ് ആയി പോകത്തില്ലായിരുന്നു. ഇതെല്ലാം മീനിങ്ലെസ് ആണ്. മൗണ്ട് ഹോസെക്റ്റിൻ്റെ അവസാനം എത്തിയിരിക്കുന്നു. മൗണ്ട് ഹോസെക്റ്റ് എന്ന് പറഞ്ഞ് അവൻ പതുക്കെ മരിച്ചു വീണു. അതായിരുന്നു 13th ഡിസിപ്ലിൻ ഓഫ് ദി ഗ്രേറ്റ് മൗണ്ട് ഹോസെക്റ്റിന്റെ പ്ലം ബ്ലോസം സോഡ് സൈൻ്റ് ആയുള്ള ചങ് മ്യങ്. ചന്മേനെ കൊന്നതിന് ശേഷം ഈ ലോകത്തുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അവൻ തുടച്ചു മാറ്റി എന്ന് തന്നെ പറയണം.
ഹെവൻലി ഡീമൺ സെക്ടറുള്ള ഹെഡ് ക്വാർട്ടേഴ്സിന്റെ മൗണ്ടിന്റെ മുകളിൽ വെച്ചാണ് ചൺമേന്റെ കഴുത്ത് അവൻ അറുത്ത് ചൺമേനെ ഈ ലോകത്ത് നിന്ന് അവൻ തുടച്ച് മാറ്റിയത്. പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ചങ്മിങ് കുഞ്ഞായിരുന്ന സമയത്ത് അവനെ ആരോ ഉപേക്ഷിച്ച് പോയതാണ്. മൗണ്ട് ഹോസ്റ്റലിലെ ആൾക്കാർ അവനെ കണ്ട് അവനെ എടുത്ത് വളർത്തി. അവൻ അവിടെ ട്രെയിൻ ചെയ്ത് വളരുകയും ചെയ്തു. എന്നാൽ കുരുത്തക്കേടിന് ഒരു കുറവുമില്ലാത്തതുകൊണ്ട് അവനെ എല്ലാവരും എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. മരണത്തിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതം ഒരു തവണ കൂടെ കാണുകയാണോ? ഞാൻ വീണ്ടും അങ്ങനെ തന്നെ. പക്ഷേ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തത്? ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷേ മൗണ്ട് ഹോസെക്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന്. ചങ്മ്യൻ, നീ പാസ്റ്റ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അതേ മാസ്റ്റർ ജാങ്മൺ, ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതുപോലെ ട്രാജഡി ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. എങ്കിൽ നീ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. മൗണ്ട് ഹോസെക്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും മൗണ്ട് ഹോസെക്ട് അവിടെ തന്നെ കാണും, മൗണ്ട് ഹോസെക്റ്റായിട്ട്. പെട്ടെന്നാണ് ഒരടി വന്ന് അവൻ്റെ തലയിൽ വന്ന് വീണത്. ആ ഒരു ശബ്ദം അവിടെ മുഴുവൻ പരക്കുകയും ചെയ്തു. ചന്മ, ചന്മ, ഏ അവൻ ചത്തില്ലേ? ചന്മ, ചന്മയാ? കോപ്പാണ്. നീ എന്താടാ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുവാണ്? ബാക്കി എല്ലാവരും കൂടെ എണീറ്റ് ഭിക്ഷ എടുക്കാൻ പോയി. നീ ഇവിടെ എന്നാ കോപ്പം കാണിച്ചോണ്ടിരിക്കുകയാണ്? അല്ല, ഇതെന്താണ്? ആരാണ് ഈ കുരിപ്പ്? ഇവനെന്നെ പേടിപ്പിക്കുകയാണോ? ഡാ ചെറുക്ക, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും കേട്ടാ. ഡാ ചെറുക്കാന്നാ? ഹാ ഹാ, അങ്ങനെയാണല്ലേ? അല്ല, ഇവനെന്താ വട്ടായ? ഞാൻ ചങ്മ്യങ്, വൺ ഓഫ് ദി പ്ലം ബ്ലോസം സോഡ് സൈൻഡ്. ഈവൻ ബെഗർ യൂണിയൻസ് വരെ എന്നെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു. എന്നിട്ടും ഈ കൊച്ചുകുരുപ്പ്, നീ ഇന്ന് ചത്ത് തുറഞ്ഞടാ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അല്ല, ഇത്രയും നിസ്സാരമായുള്ള സാധനം അതിലേക്ക് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് അവൻ എൻ്റെ കൈ മുന്നിലേക്ക് വെച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. അല്ല, പിന്നെ കാണുന്നത് ആ ഒരു അറ്റാക്ക് നേരെ വരുന്നതാണ്. ഇത് ശരിക്കും ചെറുതാണല്ലോ. എൻ്റെ കൈ എങ്ങനെയാണ് ഇത്രയും ചെറുതായത്? ഇത്രയും ചെറുതാണെങ്കിൽ എനിക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ തലയിൽ ആ ഒരു അടി വന്ന് വീണു. എടാ നായേ, നിന്നെ ഞാനിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇട്ട് തല്ലി കൂട്ടുകയാണ്. നീ പറഞ്ഞാലും കേൾക്കത്തില്ല, നീ എനിക്കെതിരെ പറയുമെന്ന് പറഞ്ഞ് അവിടെ ഇട്ട് അടിച്ച് ഒരു പരിവാക്കി. ഇതേ സമയം മറ്റൊരു ബെഗർ അകത്തേക്ക് വന്നു. അവൻ ഈ ഒരു സാധനം കണ്ടിട്ട് ഒന്നും തന്നെ മിണ്ടാതെ അതേപോലെ ഇറങ്ങി തിരിച്ച് പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് മൂക്കിൻ്റെ അകത്ത് തുണിയും തിരികൊണ്ട് അവനോടെ ഇരിക്കുന്നതാണ്. നാശം, ആ കൊച്ചുകുരിപ്പ്. ഓ, ഇവൻ മൗണ്ട് ഹോസെക്ട് വെച്ച് പോലും എന്നെ ആരും ഇങ്ങനെ തല്ലിയിട്ടില്ല. പക്ഷേ അവൻ, ഇവൻ ബെഗർ യൂണിയനിൽ ഒരുത്തൻ എങ്ങനെയാണ് എന്നെ ഇങ്ങനെ തല്ലിയത്? എനിക്കത് ഓർത്തിട്ട് തന്നെ. എന്നാൽ അതേസമയം അവനൊരു അരുവിയിൽ കാലുവിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ എനിക്ക് മനസ്സിലാകാത്തത്, ഞാനീ കാണുന്ന റിഫ്ലക്ഷൻ ഇതാരുടെയാണെന്നാണ്. എന്നാലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇനി ബുദ്ധിസത്തിൽ പറയുന്ന പോലെ ഇത് റീഇൻകാർണേഷൻ വല്ലതാണോ? ഈ ടൈമിലാണ് പുറകിൽ കൂടെ ആ ഒരു പയ്യൻ അവിടേക്ക് വന്നത്. ഡാ, നീ, അല്ല, നീ ആ മറ്റവനല്ലേ എന്നെ തല്ലിയപ്പോൾ വന്നത്? ആ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സത്യം പറഞ്ഞാൽ വാങ്ങിച്ചു എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങനെ നിന്നിട്ട് തല്ലുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു കാര്യം. എന്ത്? അല്ല, രണ്ട് കാര്യം എനിക്ക് നിന്നോട് ചോദിക്കണമെന്നുണ്ട്. അവൻ ഡെഡ് സീരിയസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ മറ്റേ ബെഗർ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് പോയി. അവിടെ ക്ലീൻ ആയിട്ട് അവൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. അവൻ്റെ കണ്ണുകളിൽ ആ തീവ്രത അവന് കാണാനും സാധിച്ചു. ഞാൻ ഞാനൊരു ഭിക്ഷക്കാരനാണോ? ഏ, പിന്നെ നിന്റെ ലുക്ക് കണ്ടിട്ട് നിനക്കെന്നാ തോന്നുന്നു? നാശം, ഞാനിങ്ങനെ ഒരു ഭിക്ഷക്കാരനായെന്ന് പറഞ്ഞ് അവനവിടെ തലയിൽ കൈ വെച്ചിട്ടുണ്ട് ഇരിക്കുകയും ചെയ്യും. അല്ല, അതുപോട്ടെ. ഇനി ഇനി രണ്ടാമത്തെ ചോദ്യം. ചന്മ ആരാ നിനക്കറിയാവോ? അല്ല, എന്ത് പറ്റിയടാ? അവൻ നിന്റെ തലക്ക് അടിച്ചുകൊണ്ട് നിനക്ക് വല്ല ബോധം പോയതാണോ? അതോ? ഓ, അത് വിട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ചന്മയെ നിനക്കറിയാവോ? അത് പിന്നെ, ചന്മ ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഹെവൻലി ഡീമൺ സെക്ടിന്റെ ലീഡർ അല്ലായിരുന്നാ 100 വർഷത്തിന് മുമ്പുള്ളത്? എന്ത്? ഏ, 100 വർഷത്തിന് മുമ്പുള്ളതാ? നീ നീ എന്താണ് പറഞ്ഞത്? ചന്മ മരിച്ചിട്ട് 100 വർഷമായെന്നാണ്? 100? എടാ, നീ എന്താ ചെയ്യുന്നത്? ഒന്ന് വെറുതെ വിട്ടേ. എടാ, നീ സത്യമാണോ പറയുന്നത്? ഞാൻ എന്തിനാടാ നിന്നോട് കള്ളം പറയുന്നത്? ഏ, അങ്ങനെ, ഇത് ശരിക്കും ഇൻസൈൻ ആണല്ലോ. 100 വർഷമോ? പക്ഷേ റീഇൻകാർണേറ്റ് ചെയ്യാനാണെങ്കിൽ അവർക്ക് അവർക്കെന്നെ പെട്ടെന്ന് ചെയ്തു വിടായിരുന്നാ? പക്ഷെ ഇതിപ്പോൾ ഈ ലോകത്ത് ഞാൻ മാത്രം ഉള്ളതുപോലെ. അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മൗണ്ട് ഹോസെക്ട്, ശരിയാണ്, മൗണ്ട് ഹോസെക്ട്. അല്ല, നീ നീ മൗണ്ട് ഹോസെക്ടിനെ പറ്റി കേട്ടല്ലേ? മൗണ്ട് ഹോസെക്ടിന് എന്നാ പറ്റി? മൗണ്ട് ഹോസെക്ടോ? അല്ല, അതെന്തുവാണ്? ഏ, നീ ഒരു ബെഗ്ഗറല്ലേ? അതെ. അതിനർത്ഥം നീ ബെഗ്ഗർ യൂണിയനിലെ ഒരാളാണെന്നല്ലേ? പക്ഷേ നീ ഗ്രേറ്റസ്റ്റ് ആയുള്ള 10 സെറ്റിലെ മൗണ്ട് ഹോസെക്ടിനെ പറ്റി കേട്ടിട്ടില്ലേ? നിനക്കതിനെപ്പറ്റി
നീ എന്തൊക്കെ വിഡിത്തരടി പറഞ്ഞു വരുന്നത്? ഗ്രേറ്റ് അല 10 സെറ്റ്സ് എന്ന് പറയുന്നത് ഷാവോളിൻ ടെമ്പിള്, വുഡാങ് സെറ്റി, ആഷ്യൻ സെറ്റി, കോങ് ടെൻ സെറ്റി, ഹിങ് ചെൻ സെറ്റി, ലോട്ടസ് ഓർഡർ, സൗത്തേൺ ഐസ്ലൻഡ്, പിന്നെ കുലിൻ സെറ്റ്, അതുമല്ല ബെഗർ യൂണിയനും അതിൻ്റെ കൂടെ സൗത്തേൺ എഡ്ജ് സെറ്റും ഉണ്ട്. എന്നാൽ ഈ ഗ്രേറ്റ് 10 സെറ്റിൽ എന്തായാലും മൗണ്ട് ഹോ സെക്ട് ഒന്നുമില്ല, അതുറപ്പാണ്. ഏ എന്ത്? നീ എന്നാടി പറയണത്? ആ സൗതേൺ ഐലൻഡ് വരെ ഉണ്ടല്ലോ. പക്ഷേ പക്ഷേ ഗ്രേറ്റ് സെറ്റിൽ എങ്ങനെയാണ് മൗണ്ട് ഹോ സെക്ട് ഇല്ലാത്തത്? നീ എങ്ങനെയാണ് പറഞ്ഞത്? നീ എന്തോ മറന്നില്ലേ? മൗണ്ട് ഹോ സെക്ട് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ആ ഷാങ്സി പ്രൊവിൻസിലെ മാപ്പിൽ ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഷാങ്സി പ്രൊവിൻസ്, അതെ അത് തന്നെ. അതെവിടെയാണ് എന്തെങ്കിലും നിനക്കറിയാവോ? ആ അത് ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് ഉറപ്പാണ്. പക്ഷേ ആ 10 ഗ്രേറ്റ് സെക്ട്സിൽ എന്തായാലും മൗണ്ട് ഹോ സെക്ട് ഇല്ല. ആ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മൗണ്ട് ഹോ സെക്ട് ഓൾറെഡി നശിച്ച്. എന്ത് നശിച്ചെന്നോ? മൗണ്ട് ഹോ സെക്ട് നശിച്ചെന്നോ? ഈ ലോകത്തിലെ ടോപ്പ് 3 പ്രോമിനൻറ്റ് സെക്ട് ആയിട്ടുള്ള ഒന്നായിട്ടുള്ള മൗണ്ട് ഹോ സെക്ട് നശിച്ചെന്നോ? അത് പെട്ടെന്ന് അവൻ്റെ കൈ വിട്ട് നിലത്തേക്ക് പോയി. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്കതിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം. അവൻ ശരിക്കും ഡിറ്റർമിൻ ആയിരുന്നു. ഞാൻ മൗണ്ട് ഹോ സെക്ടിലേക്ക് പോകാൻ പോകുവാണ്. ഞാനായിരുന്നെങ്കിൽ ഇത് ചെയ്യത്തില്ല കേട്ടോ. കാര്യം ഉറപ്പായിട്ട് നിനക്ക് നല്ല വീക്ക് കിട്ടും. മിണ്ടായിരിക്കണ ചെറുക്ക, അത് നീ പറയണ്ടതല്ല. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് വയ്ക്കും, നീ ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ആദ്യത്തെ ചോദ്യം, ഈ ബോഡി ഇത് ആരുടെയാണ്? ഈ ബോഡിയുടെ പേരെന്താണ്? അത് കൊള്ളാം, ഒരു പിച്ചക്കാരൻ എന്തിനാടാ പേര്? നിനക്ക് പേര് വല്ലതും വേണം? നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ. നിന്നെ ചോസാമെന്നാണ് ബാക്കിയുള്ളവർ വിളിക്കുന്നത്. ഓ, ചോസാം, അത് ശരിക്കും ഒരു ബെഗർ ലൈക്ക് പേരാണല്ലോ. അല്ല, അപ്പോൾ വയസ്സാ? ബെഗറിന് എന്തിനാടാ വയസ്സ്? കുഴപ്പമില്ല. പിന്നെ നേരത്തെ എന്നെ തല്ലിയ ആ ചെറുക്കനില്ലേ, ആ ചെറുക്കൻ്റെ പേരെന്നായിരുന്നു? ആ അപ്പം നീ ഒന്നും തന്നെ ഓർക്കുന്നില്ലല്ലേ? എൻ്റെ പേര് കൂച്ചിലെന്നാണ്, നിന്നെ തല്ലിയ പേര് കൂപ്പാലെന്നാണ്, ആൻഡ് അവരെല്ലാവരും വിളിക്കുന്നത് വാങ് ചോ എന്നാണ്. ഓ, അങ്ങനെയാണല്ലേ? എങ്കിൽ നീ ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് കിട്ടിയ ഉപഹാരങ്ങൾ 2 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. എന്നാൽ എന്നെ ഉപദ്രവിച്ചവർക്ക് ഞാൻ 10 ഇരട്ടിയായിട്ടായിരിക്കും അത് തിരിച്ചു കൊടുക്കുന്നത്. നീ ചങ് മ്യങ് ഓഫ് ദി മൗണ്ട് ഹൊസെക് എന്ന പേര് മറക്കണ്ട. ഇനി നമ്മൾ കാണുന്നിടത്ത് ഞാൻ ഉറപ്പായിട്ടും നിനക്ക് ആ ഒരു ഉപകാരം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പോകുകയെന്നും പറഞ്ഞ് ചങ് മ്യങ് നേരെ മുന്നിലേക്ക് നടന്നു. കുറച്ചു ദൂരം നടന്നു, അതേ സ്പീഡിൽ അവൻ തിരിച്ചു വന്നു. അല്ല, പിന്നെ ഈ മൗണ്ട് ഹൊസെക്ടുള്ള ഷാങ്സി പ്രൊവിൻസ്, അത് എങ്ങോട്ടാ പോകേണ്ടത്? ഹാ, എനിക്കറിയായിരുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ ഓടുന്നതാണ്. ഓ, ഞാനിപ്പോൾ ഓടുവാണ്. ഞാൻ കാല് യൂസ് ചെയ്ത് ഓടുവാണ്. എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ കുതിര പോലും ഓടിക്കത്തില്ലായിരുന്നു, സ്ലോ ആയതുകൊണ്ട്. പക്ഷേ എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചത്തു വീഴുമെന്നും പറഞ്ഞ് അവൻ നേരെ കതച്ചു കുത്തി നിലത്തേക്ക് വീണു. എൻ്റെ ബോഡിക്ക് കുറച്ച് നേരം പോലും ഓടാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഷാങ്സി പ്രൊവിൻസിലേക്ക് എത്തുന്നത്? ഈ പോക്കാണെങ്കിൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പടമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇപ്പോഴാണ് ദ ഗ്രേറ്റ് ചങ് മ്യങ്ങിൻ്റെ ബുദ്ധി യൂസ് ചെയ്യാനുള്ള ടൈം ആയത്. ശരിയാണ്, ഞാൻ ഇനി മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരാരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കത്തില്ല. കാര്യം പീക്കിലെത്തിയ എല്ലാ മാർഷൽ ആർട്സും ഒരേപോലെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. അതവരുടെ കുട്ടിക്കാലങ്ങളിൽ അവർ ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ചെയ്യാത്തതാണ്. ചുമ്മാ കറങ്ങി നടക്കുന്നതാണ്. മാസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കാതെ അലഞ്ഞെരിഞ്ഞ് നടക്കുന്നതാണ്. പിന്നെ അവരാരും കാണാതെ ലിക്കർ കുടിക്കുന്നതാണ്. പക്ഷെ അത് സൂപ്പറായിരുന്നു. എന്തായാലും അതെനിക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റും. തൽക്കാലം സേഫുള്ള ഒരു സ്ഥലം. ഇത് കുഴപ്പമില്ല, ഇവിടെ എന്തായാലും ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരുന്നു. ഇനി എന്തായാലും ഞാൻ ആദ്യം എന്ത് പഠിക്കും? കൗണ്ട്ലെസ് ആയുള്ള തിയറീസും അഡ്വാൻസ് ആയുള്ള മാർഷൽ ആർട്ട് ടെക്നിക്കും എൻ്റെ തലയിലുണ്ട്. ഈവൻ മൗണ്ട് ഹൊസെക്കിൻ്റെ മാത്രമല്ല, അതിലപ്പുറം പലതും എനിക്കറിയാൻ ചെയ്യാം. എന്നാൽ അതിലുപരി എനിക്ക് ടൺസ് ഓഫ് QA കൾട്ടിവേഷൻ ടെക്നിക്ക് അറിയാം. പക്ഷേ ഞാൻ അതിലൊന്നും ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മൗണ്ട് ഹൊസെക്ട് മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് സ്ട്രോങ്ങർ ആകാൻ പറ്റിയ ഏത് ടെക്നിക്ക് പഠിക്കാനും ഞാൻ തയ്യാറാണ്. ആൻഡ് അതിലുപരി ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് അതാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെക്നിക്കാണ്. സത്യം പറഞ്ഞാൽ ഇത് ചീപ്പായിട്ടും ഇല്ലീഗലി സ്ട്രീറ്റ്സിലൊക്കെ വരെ വിൽക്കുന്ന ഒരു ടെക്നിക്കാണ്. ആർക്കും തന്നെ ഒരു വിലയില്ലാത്ത ടെക്നിക്ക്. പക്ഷേ എന്തിനാണ് ഇത്രയും ചീപ്പായുള്ള ടെക്നിക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ? ബിക്കോസ് അത് ചീപ്പായിട്ട് ഒരു ടെക്നിക്കേ അല്ല. ഇത് ഒരു ബിഗിനറിന് വേണ്ടിയുള്ള ടെക്നിക്കാണ്. മൗണ്ട് ഹൊസെക്ലി എല്ലാ ബിഗിനേഴ്സിനും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിന് ഒരാളുടെ സ്ട്രെങ്തോ അല്ലെങ്കിൽ ക്യൂയോ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ശരീരം ക്ലീൻ ചെയ്യാൻ അത് തന്നെ ധാരാളം. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഫണ്ടമെൻ്റൽ ആയുള്ള ടെക്നിക്കാണ്. എനിക്ക് എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് മുകളിലേക്ക് കയറണ്ട. പതുക്കെ ഓരോ പടി ചവിട്ടി കയറിയാൽ മതി. അതിന് ഇതാണ് തുടക്കമെന്നും പറഞ്ഞ് അവനായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ്റെ ക്യൂഐ അവൻ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ചുറ്റുമുള്ള സറൗണ്ട്സിൽ നിന്നുള്ള ആ ഒരു എനർജി അവൻ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോ ചെറിയ ഫാബ്രിക്കിൽ നിന്ന് തുടങ്ങി അവൻ അത് വലുതാക്കി അവൻ്റെ ചുറ്റിനുള്ള എനർജി കംപ്ലീറ്റ്ലി അവൻ സെൻസ് ചെയ്യാനും തുടങ്ങി. ഇമ്പ്യൂറുള്ള എല്ലാ എനർജി അവൻ്റെ ബോഡിയിൽ നിന്ന് മാറ്റി ക്ലീനുള്ള എനർജി അവൻ്റെ ഡാൻഡിയിലേക്ക് കൊണ്ടുവരാനും തുടങ്ങി. അവസാനം അധികം സമയമെടുക്കുന്നതിന് മുമ്പ് തന്നെ അവനത് പൂർത്തിയാക്കി. യെസ്, ആദ്യം തന്നെ എൻ്റെ ഡാൻഡിയിൽ ഞാനൊരു ഫൗണ്ടേഷൻ കെട്ടി പടുത്തിട്ടുണ്ട്. ഇതാണ് തുടക്കം.
ഈ ഒരു ചെറിയൊരു സ്നോബോളിൽ നിന്ന് ഞാൻ ഇനി ഉറപ്പായിട്ടും വലിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും പറഞ്ഞ് എണീറ്റ് നിന്നപ്പോഴാണ് അതേപോലെ ആ നേരെ മുഞ്ഞും കുത്തി നേരത്തേക്ക് വീണത്. ഓ, നാശം, ഞാനത് മറന്നുപോയി. നാശം, ഇക്വിലിബ്രിയം അത്ര പെട്ടെന്ന് ബോഡിനെ സ്ട്രെങ്തൻ ചെയ്യത്തില്ലായിരുന്നു ഞാൻ ആ കാര്യം. ചങ്മ്യങ്, നീ ചില സമയങ്ങളിൽ എല്ലാം മറക്കാറുണ്ട് കേട്ടോ. ഡാ കിളവാ, മര്യാദക്ക് പോകാൻ നോക്ക്, എന്നെ ദേഷ്യം പിടിപ്പിക്കാന്ന് പറഞ്ഞ് അവനാട്ടെ അവിടെ കിടന്ന് കാറുകയാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ചന്തയാണ്. അവിടെ രണ്ട് കുട്ടികൾ ഒരു സ്ഥലത്തേക്ക് ഓടുകയാണ്. ബ്രദർ, ബ്രദർ, എന്തോ പറ്റിയാടാ? ആ ഒരു റുക്കി ബെഗറില്ലേ, അവൻ അവിടെ ഇരുന്ന് ബെഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല അവൻ്റെ ലുക്ക് കണ്ടിട്ട് എല്ലാവരും അതിന് പൈസ കൊടുക്കുകയും ചെയ്യുന്നു. എന്ത്, അങ്ങനെയാണോ? എങ്കിയൊരു പാഠം പഠിപ്പിക്കണമല്ലോ. പിന്നല്ല, ബാന്ന് പറഞ്ഞ് അവരെണീറ്റ് അവിടേക്ക് ചെന്നു. ബ്രദർ, ആ കാണുന്നത് അതാണവൻ. ഓ, ഡാ ചെറുക്ക. മങ് ചിയോൻ തിരിഞ്ഞു നോക്കിയില്ല. ഡാ കൊച്ചു ചെറുക്ക, നീ എന്താ പൊട്ടനാണോ? ഇതേ സമയം ആ നൈൻസിലും തിരിഞ്ഞു നോക്കി. അല്ല, നിങ്ങൾ എന്നോടാണോ സംസാരിക്കുന്നത്? നിങ്ങളാ? നീ എന്താടാ എൻ്റെ അടുക്കെ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നത്? നിന്റെ ബോധം പോയാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ആരനുവാദം തന്നിട്ടാണ് നീ ഇവിടെ നിന്ന് തെണ്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇനി എന്തായാലും നിനക്ക് രണ്ടെണ്ണം കൊള്ളും. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വിടത്തില്ല. നിനക്കൊന്നും വിവരമില്ലടാ പൊട്ടന്മാരെ. ഞാൻ കഴിക്കുന്ന കണ്ടില്ലേ, ആ സമയത്തും വന്ന് ബഹളം ഉണ്ടാക്കുവാണോ? എന്ത് പൊട്ടന്മാരെന്നോ? ഇതേ സമയം ചങ്മൻ നേരെ മുകളിലേക്ക് ഉയർന്നു. എന്നിട്ട് അവൻ്റെ കൈയിട്ട് കറക്കി നേരെ മുന്നിലേക്കാക്കി ആക്കി നോക്കുകയും ചെയ്യും. കുഴപ്പമില്ല, എൻ്റെ ഡാൻഡിയം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇത് മതിയാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ബോഡി ആയിട്ടൊന്ന് യൂസായി വരുന്നേ ഉള്ളല്ലോ, കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പ്രിട്ടി വീക്കാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്നും എനിക്ക് നിന്നെ തല്ലാൻ പറ്റത്തില്ല. സോ തല്ല് കൊണ്ടു കഴിഞ്ഞാൽ മര്യാദക്ക് അവിടെ ഇങ്ങനെ കിടന്നോണം, പിന്നെ എണീറ്റ് വന്നേക്കല്ലേ. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അവന് ദേഷ്യം ഇങ്ങോട്ട് വന്നു. പോയി കൊല്ലണമെന്ന് പറഞ്ഞ് ആ രണ്ടെണ്ണത്തിന് അവിടേക്ക് ആദ്യം അവൻ അയച്ചു. അതിലൊരുത്തൻ നമ്മുടെ ചങ്മങ്ങിന്റെ തലക്ക് നോക്കി ഒരു അറ്റാക്ക് ചെയ്തപ്പോൾ അത് അവൻ്റെ തലയെ കൊണ്ടെന്ന് വിചാരിച്ചെങ്കിലും അവനത് സിമ്പിളായിട്ട് ഡോഡ് ചെയ്തു. അടുത്ത നിമിഷം ഒരു പവർഫുൾ ആളെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അവൻ തെറിച്ച് ബാക്കിലേക്ക് പോവുകയും ചെയ്യും. ഞാൻ ദ ഗ്രേറ്റ് മൗണ്ട് ഹോസ് സെക്ടിന്റെ പ്ലം ബ്ലോസം സോഴ്സ് എന്നുള്ള കാര്യം മറക്കണ്ട വിഡ്ഢികളെന്ന് പറഞ്ഞ് അവന്മാരെ അവിടെ ഇട്ട് തല്ലിക്കൂട്ടി ഒരു പരുവവാക്കുവാണ്. കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ കാണുന്നത് മൂന്നും കൂടെ തല്ലി മേടിച്ച് അവിടെ കുത്തി ഇരിക്കുന്നതാണ്. ചീഫ്, എന്നോട് ക്ഷമിക്കണം. അത് കൊള്ളാം, ഇത്ര നേരം ഞാൻ ബെഗറായിരുന്നു, ഇപ്പം ഞാൻ ചീഫായ. എങ്കിൽ ചീഫ് ബെഗർ. അപ്പം നീ എന്നെ ബെഗർ എന്നാണ് വിളിക്കുന്നത്? അല്ല, എന്നോട് ക്ഷമിക്കേ. മതി മതി. ഇനി എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിനക്ക് ഈ ഷാങ്സി പ്രൊവിൻസിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ എന്തെങ്കിലും വഴി അറിയാവോ? ഷാങ്സി പ്രൊവിൻസിലേക്കോ? അല്ല, താങ്കൾ എന്താണ് ഇത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്കറിയാവോ ഇല്ലയോ? അല്ല, ഞങ്ങൾ ബെഗേഴ്സിന് എങ്ങനെ അതറിയാനാണ്? ഞങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓ, അങ്ങനെയാണല്ലേ. അപ്പം ചുമ്മാ ആണ് ഞാൻ നിന്നെയൊക്കെ പിടിച്ച് പെരുമാറിയത്. അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിക്കുകയും ചെയ്യും. പെട്ടെന്നാണ് അവനെൻ്റെ കുത്തിന് കയറി പിടിച്ചത്. ദേ, ഒരു കാര്യം ഞാൻ മര്യാദക്ക് ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇനി നമ്മൾ ഒരു തവണ കൂടെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നിന്നോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മര്യാദക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എൻ്റെ കൈ കൊണ്ട് അന്ന് മരിക്കും. പറഞ്ഞത് മനസ്സിലായോ? എങ്കിൽ പോന്ന് പറഞ്ഞ് അവന്മാരെ അവിടുന്ന് ഓടിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു മലനിരയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയാട്ടെ ഒരു കിളവൻ നിപ്പുണ്ടായിരുന്നു. സെക്ലീഡർ, ആ, എന്തു പറ്റി? അകത്തേക്ക് വാ. ഇതേ സമയത്ത് വാതിലും തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. അല്ല, ഇതത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു കൊച്ചിന് താങ്കളെ കാണണമെന്ന് പറയുന്നു. കൊച്ചിനോ? അതെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചങ് മങ്ങിനെയാണ്. അവൻ പറയും ചെയ്യും, സെക്ലീഡർ, ഹലോ, ഞാൻ ചങ് മ്യങ് എന്നാണ്. ഞാൻ മൗണ്ട് ഹോസ്പിറ്റലിൽ ചേരാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് അവൻ മൗണ്ട് ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.